നമസ്കാരം, എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് ആണ്, ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. ഇന്ന് ഞാൻ പറയാൻ വരുന്ന വിഷയം, നിങ്ങളൊരു പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫുൾ കോൺട്രാക്ട് കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് ക്ലയൻറ്റ് ഒരു NRIയും കൂടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്നിട്ട് അവരെ പ്രൊജക്റ്റ് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടില്ല. അപ്പോൾ അവർ ഒരു ഫുൾ കോൺട്രാക്ടിൻ്റെ രീതിയിൽ തന്നെ കണ്ട് കംപ്ലീറ്റ് പേയ്മെൻറ്റും ഒരു കോൺട്രാക്ടർക്ക് തന്നെ ഏൽപ്പിച്ചിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ഇപ്പോൾ മിക്കയിടത്തും കണ്ടുവരുന്നത്. ഫുൾ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ അഗ്രിമെന്റ് സൂക്ഷിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഇലക്ട്രിക്കൽ വർക്കിനെ കുറിച്ചും പ്ലംബിംഗ് വർക്കിനെ കുറിച്ചിട്ടും ചെറിയ രീതിയിൽ മാത്രം ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് അവരത് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. ജസ്റ്റ് ചെറിയൊരു കോളത്തിൽ ഒതുക്കുകയാണ് സാധാരണ കാണാറ്. അറിയാലോ, നമ്മളൊരു വർക്ക് അഗ്രിമെന്റ് ഉണ്ടാക്കി അതിൽ സൈൻ ചെയ്ത് വർക്ക് ഓൾമോസ്റ്റ് ഒരു 30 to 40% എത്തി. അതായത് നമ്മളൊരു 30 to 40% അഡ്വാൻസും കൊടുത്തു കഴിയുന്ന സമയത്താണ് നമുക്ക് ഈ ഇലക്ട്രിക്കൽ വർക്കിന്റെ സ്റ്റേജിലേക്ക് എത്തുന്നത്. അതായത് എൻ്റെ ബെഡ്റൂമിൽ ബെഡ് ലാമ്പുകൾ വേണോ, ബെഡ് സ്വിച്ചുകൾ വേണോ, LED സ്ട്രിപ്പുകൾ വേണോ, ഫുട്ട് ലാമ്പ് വേണോ, AC-ൻ്റെ പോയിന്റ്, വാൾ ഫാനിൻ്റെ പോയിന്റ്, സീലിംഗ് ഫാനിൻ്റെ പോയിന്റ്, എത്ര ലൈറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ ആ സ്റ്റേജ് എത്തുമ്പോൾ മാത്രമാണ് കോൺട്രാക്ട് എടുത്ത് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അതായത് എക്സ്ട്രാ സോക്കറ്റ് വേണം, എക്സ്ട്രാ ലൈറ്റ് പോയിന്റുകൾ വേണം, അതുപോലെ തന്നെ LED സ്ട്രിപ്പുകൾ എക്സ്ട്രാ കണക്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അതിന് എക്സ്ട്രാ കോസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ട വരും. ഫുൾ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും കോൺട്രാക്ടർ കോട്ട് ചെയ്യുന്നതിൽ ആകെ ഉണ്ടാകുക ഒരു റൂമിൽ വേണ്ട ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കും. അതായത് ബെഡ്റൂമിൽ വേണ്ട ലൈറ്റുകൾ, അതായത് ആവശ്യത്തിനുള്ള ലൈറ്റുകൾ, 2 ലൈറ്റ് പോയിന്റ്, ഒരു സോക്കറ്റ്, ഒരു AC-ൻ്റെ പോയിന്റ്, ഒരു ഫാൻ പോയിന്റ്, ഈ കാര്യങ്ങൾ മിനിമലായിട്ട് എന്തൊക്കെ വേണോ ആ കാര്യങ്ങൾ മാത്രമേ കോൺട്രാക്ടർ ഉൾക്കൊള്ളിക്കുകയുള്ളൂ. ക്ലയന്റിനെ സംബന്ധിച്ച് അവരാവശ്യങ്ങൾ അതിൽ കൂടുതലായിരിക്കും. ഈ സാഹചര്യത്തിൽ ക്ലയന്റ് ചെന്നിട്ട് കോൺട്രാക്ടർ അടുത്ത് പറയാണ്, എനിക്ക് ഈ മെറ്റീരിയൽസ് അല്ല വേണ്ടത്, എനിക്ക് വേണ്ട മെറ്റീരിയൽസ് ഞാൻ പറയുന്ന മെറ്റീരിയൽസ് വെച്ച് നിങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ തീർച്ചയായും കോൺട്രാക്ടർ നിങ്ങളടുത്ത് അധികം പൈസ ആവശ്യപ്പെടുക തന്നെ ചെയ്യും. മെറ്റീരിയൽസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ക്ലയന്റിന് ഒരു ധാരണ ഉണ്ടാക്കണം. ആദ്യം മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഏതൊക്കെ ഐറ്റംസ് ആണ് എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ലൈറ്റ് ഫിക്ചേഴ്സ്, ഏതൊക്കെ ഫാൻ ഫിക്ചേഴ്സ്, അതുപോലെ തന്നെ ഏത് മോഡൽ സ്വിച്ച് ആണ് എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യേണ്ടത്, ഏത് വയർ ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ക്ലയന്റിനും ഒരു ധാരണ ഉണ്ടായി. നമുക്കറിയാവുന്ന കാര്യമാണ്, മെറ്റീരിയൽസിന്റെ കേസിൽ തന്നെ ഒരു ബ്രാൻഡിന് തന്നെ പലതരം വേരിയന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതായത് ഇപ്പോൾ സ്നൈഡറിന്റെ സ്വിച്ച് ആവട്ടെ, സ്നൈഡറിന്റെ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ വേരിയന്റ് ടൈപ്പ് സ്നൈഡറിന്റെ സ്വിച്ചസ് ഉണ്ട്. ലെഗ്രാൻഡിലും അതുപോലെ തന്നെയാണ്. എല്ലാ ബ്രാൻഡിലും ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് രീതിയിലും ഒരുപാട് മോഡൽ സ്വിച്ചസും ഉണ്ട്. കോപ്പർ വയറിന്റെ കേസിലും ഇത് തന്നെയാണ്. ഒരുപാട് തരത്തിലുണ്ട്. അതായത് ഫയർ റിട്ടാർഡന്റ് ഉണ്ട്, ഫയർ റിട്ടാർഡന്റ് ലെസ് സ്മോക്ക് ഉണ്ട്, നോർമൽ വയറുകളുണ്ട്. അങ്ങനെ ഒരുപാട് വേരിയന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ. DBയിലും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റൈലും ഒരുപാട് ടൈപ്പ് DBകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പൈപ്പും അതേപോലെ തന്നെയാണ്. ലൈറ്റ് ഗേജ് ഉണ്ട്, മീഡിയം ഗേജ് ഉണ്ട്, ഹെവി ഗേജ് ഉണ്ട്. എല്ലാ ഐറ്റത്തിലും ഇത് തന്നെയാണ് കണ്ടുവരുന്നത്. എല്ലാത്തിലും ഡിഫറെന്റ് വേരിയന്റ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എപ്പോഴും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവശ്യം എന്ന് പറയുന്നത് വളരെ മിനിമലായിരിക്കും. പിന്നീട് വർക്ക് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും, കുറച്ച് സോക്കറ്റുകളും കൂടെ വേണം, ലൈറ്റ് പോയിന്റ്സുകൾ പുറത്ത് കുറച്ചും കൂടെ ആഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വരുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വർക്ക് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കില്ല. ഇലക്ട്രിക്കൽ വർക്കിന്റെ കേസിൽ നമ്മൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. ഒരു ഡീറ്റെയിൽഡ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്ത് വിത്ത് ഇലക്ട്രിക്കൽ സ്കീമാറ്റിക് ഡയഗ്രാം ആൻഡ് ലോഡ് കാൽക്കുലേഷൻ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ അടുത്ത് ഒരുപാട് ക്ലയന്റ് ഈ രീതിയിൽ വരാറുണ്ട്. അതായത് വർക്ക് ഓൾമോസ്റ്റ് ഒരു 50% കഴിയുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തപ്പം അത് സിംഗിൾ ഫേസ് ആയിരുന്നു, ഇപ്പം നമുക്ക് 3 ഫേസ് ലോഡ് വരുന്നുണ്ട്, അതിന് നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കേണ്ടത് വരുമോ, 3 ഫേസ് ആവുമ്പോൾ നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് ഒരുപാട് ക്ലയന്റ് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന സമയത്തായിരിക്കും ക്ലയന്റ് പറയുക അഡീഷണൽ പോയിന്റുകൾ. അപ്പോൾ തീർച്ചയായും അവർ ലോഡ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അത് 3 ഫേസിലേക്ക് പോകും. അപ്പോൾ 3 ഫേസ് എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കേണ്ടത് തന്നെ വരും. ചില സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയന്റ് നമ്മളെ വിളിക്കും. ആ സമയത്ത് നമ്മൾ സൈറ്റിൽ പോകുന്ന സമയത്ത് DBയിലൊക്കെ ഇൻകം റേറ്റ് വരെ വെച്ച സൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ടോട്ടൽ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ലോ റേറ്റിൽ എടുക്കും. അവർ കൊടുക്കുന്ന മെറ്റീരിയൽ സ്പെക്ക് ഈ രീതിയിലായിരിക്കും. ഇൻകം റേറ്റ് അവർ ഐസൊലേറ്റർ പോലും വെച്ച് കൊടുക്കും. ഇൻകം റേറ്റ് നമ്മൾ പ്രൊട്ടക്ഷൻ ഡിവൈസ് ആയിട്ട് RCBയോ ഇല്ലെങ്കിൽ RCCB തന്നെ യൂസ് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വർക്ക് ഫുൾ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ വർക്കിനുള്ള സ്പെസിഫിക്കേഷനും ഏതൊക്കെ രീതിയിലാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഡീറ്റെയിൽഡ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ കൺസൾട്ടന്റിനെ സമീപിച്ച് ഡീറ്റെയിൽഡ് ഡ്രോയിങ് തന്നെ ചെയ്യിക്കണം. അതായത് സിമ്പിൾ ലേഔട്ട് ചെയ്തുകൊണ്ട് വീടിന്റെ ഇലക്ട്രിക്കൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അറിയാം, എല്ലാവർക്കും എല്ലാ വിഷയത്തിനും വലിയ അറിവുണ്ടായിക്കൊള്ളണം എന്നില്ല. എങ്കിലും ഇങ്ങനെയുള്ള വീടിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മുടെ വീടാണ്. അതായത് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പം നമ്മൾ എപ്പോഴും ഈ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം.